സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി തുടരുന്നു. അന്നുച്ചയ്ക്ക് ഊണ് കഴിക്കാറായപ്പോൾ ബോബി വീട്ടിലെത്തി. ക്രിസ്റ്റി നല്ല ഉറക്കമായിരിക്കും, അവനെയും വിളിക്ക്, കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. കൈ കഴുകി ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞു. അവൻ വണ്ടിയെടുത്ത് പോയിട്ട് കുറേ നേരമായി ബോബി ചായ, ജെനി അറിയിച്ചു. അവൻ എവിടെ പോയതാ? പോകുമ്പം ഒന്നും പറഞ്ഞില്ല. തോട്ടത്തിലായിരിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ അവൻ അവിടെ ഉണ്ട്. അതിൻ്റെ ഗുണവും അറിയാനുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാബേജും ബീൻസുമൊക്കെ തഴച്ചാ വളരുന്നേ. ബോബി അവനെ പ്രശംസിച്ചു. കൃഷിയിൽ താല്പര്യമുള്ളവർ ചെയ്താലേ അത് പച്ച പിടിക്കത്തുള്ളൂ ഇച്ചായ, അവൾ കൊള്ളിച്ചു പറഞ്ഞു. എനിക്ക് താല്പര്യമില്ലെന്നാണോ? ഇച്ചായന് വേറെ കാര്യങ്ങളിലാണല്ലോ താല്പര്യം. കൂടുതൽ സംസാരിച്ചാൽ അതൊരു വഴക്കായി തീരുമെന്ന് ബോബിക്ക് മനസ്സിലായി. വിഷയം വിടുന്നതാണ് നല്ലത്. അവൻ വരുമ്പോൾ വരട്ടെ, നമുക്ക് കഴിക്കാം. നീ ജാസ്മിനെ കൂടി വിളിക്ക്. ജാസ്മിനെ വിളിക്കാൻ ജെനി ചെന്നു. ഗവേഷണത്തിൻ്റെ ഭാഗമായി ഇതുവരെ കണ്ടെത്തിയ വസ്തുതകളെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന നിഗമനങ്ങളെക്കുറിച്ചും പ്രൊഫസർ ഗുണശേഖരന് ഇമെയിൽ തയ്യാറാക്കിയായിരുന്നു അപ്പോൾ ജാസ്മിൻ. കഴിക്കാൻ വാ മോളെ, ജെനി ക്ഷണിച്ചു. ഒരു മിനിറ്റ്, ഞാനിതാ വരുന്നു ചേച്ചി. ക്രിസ്റ്റി എവിടെ പോയതാണെന്നറിയാമോ നിനക്ക്? അറിയില്ലേ ചേച്ചി. ബോബിച്ചായൻ ഇരുന്നു കഴിഞ്ഞു. നീ വന്നേക്കണേ. വരാം. ജെനി പോയി. പ്രൊഫസർ ഗുണശേഖരന് മെയിൽ അയച്ചു കഴിഞ്ഞ് അവൾ ഊണുമുറിയിലേക്ക് ചെന്നു. ബോബിയും ജെനിയും കഴിച്ചു തുടങ്ങിയിരുന്നു. ജാസ്മിൻ വാ, ഇരിക്ക്. ഇന്ന് നിന്നെക്കുറിച്ച് ഒരാൾ വളരെ പുകഴ്ത്തി സംസാരിച്ചു എന്നോട്, ബോബി പറഞ്ഞു. അതാരാ? ജാസ്മിന് അത്ഭുതമായി. ഫാദർ ബെഞ്ചമിൻ. മനസ്സിലായോ? അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ. ഫാദറെ എപ്പോൾ കണ്ടു ഇച്ചായൻ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കട്ടപ്പനക്കാരൻ ഒരു കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ ഞാനാ. ഇന്ന് സ്കൂളിൽ ചെന്നായിരുന്നു ഞാൻ. ജെനിയുടെ അനീതിയാണ് നീയെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഫാദർ അറിയുന്നത്. അദ്ദേഹം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കുട്ടികളെ കാണാനും അവരിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ആൻസി ടീച്ചറെ സഹായത്തിന് വിട്ടുതന്നു. പോകുന്നതിന് മുമ്പ് ഫാദറെ കണ്ട് താങ്ക്സ് പറയണം. എന്നാണ് നീ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്? ജെനി ചോദിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പോകും ചേച്ചി. നിന്റെ കോഴ്സ് കഴിഞ്ഞ് ഇങ്ങ് വരണം. കുറേ നാൾ എൻ്റെ കൂടെ താമസിച്ചിട്ട് പോയാൽ മതി. ജെനി ആഗ്രഹം പ്രകടിപ്പിച്ചു. ചിരിച്ചതല്ലാതെ ജാസ്മിൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ജാസ്മിൻ ഊണ് കഴിച്ചിട്ട് മുറിയിൽ ചെന്നപ്പോൾ അവളുടെ മൊബൈലിൽ ഒരു മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. പ്രൊഫസർ ഗുണശേഖരൻ്റെ നമ്പറായിരുന്നു അത്. ഉടൻ തന്നെ അവൾ തിരിച്ചു വിളിച്ചു. ഹലോ ജാസ്മിൻ. അദ്ദേഹം കോൾ എടുത്തു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ ലഞ്ച് കഴിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് സാറിൻ്റെ കോൾ കണ്ടത്, അവൾ ക്ഷമാപണത്തോടെ പറഞ്ഞു. ഏയ് നെവർ മൈൻഡ്. നിന്റെ മെയിൽ വായിച്ചപ്പോൾ വിളിക്കണമെന്ന് തോന്നി. കൊള്ളാം. ഇതുവരെയുള്ള നിന്റെ സ്റ്റഡി നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. അവൾക്ക് സന്തോഷമായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ മനുഷ്യനെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമാകണമെങ്കിൽ ആ സംഭവത്തെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ, FIR, പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ്, കോടതി വിധി ഒക്കെ വായിച്ച് അതിൻ്റെ കോപ്പികൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കണം. എങ്കിലേ നിന്റെ സ്റ്റഡി പ്രയോജനകരമാകൂ, പ്രൊഫസർ ഉപദേശിച്ചു. ഞാൻ ശ്രമിക്കാം സർ. ഓൾ ദി ബെസ്റ്റ്, അദ്ദേഹം ആശംസിച്ചു. താങ്ക് യു സർ. പ്രൊഫസർ സംസാരം അവസാനിപ്പിച്ചപ്പോൾ അതേക്കുറിച്ച് ആലോചിച്ച് ജാസ്മിൻ അല്പനേരം ഇരുന്നു. റേപ്പ് നടന്ന തീയതി കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ അതേക്കുറിച്ച് വന്ന പത്രവാർത്തകൾ തപ്പിയെടുക്കാൻ കഴിയൂ. തീയതി എന്നാണ് എന്ന് ക്രിസ്റ്റിയോട് മുഖത്ത് നോക്കി എങ്ങനെ ചോദിക്കും? അപ്പോഴാണ് വീടിൻ്റെ ഗേറ്റ് കടന്ന് കയറി വരുന്ന ബുള്ളറ്റിൻ്റെ ഒച്ച അവൾ കേട്ടത്. അവൾ എഴുന്നേറ്റ് മുൻവശത്തെ മുറിയിലേക്ക് ചെന്നു. ഇത്ര തിടുക്കത്തിൽ എവിടേക്കാണ് പോയതെന്നറിയണം. ഹോട്ടലിൽ ഒരു ഭയങ്കര സംഭവം നടന്നു. അതറിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാ ഞാൻ, അവളെ കണ്ട് ക്രിസ്റ്റി പറഞ്ഞു. എന്ത് സംഭവമാണ് നടന്നത്? ഹോട്ടലിൽ റെയ്ഡ് നടന്നു. സഞ്ജയിനെയും ഒരു പെണ്ണിനെയും അയാളുടെ റൂമിൽ നിന്ന് പോലീസ് പിടികൂടി. ജാസ്മിൻ അത് കേട്ട് ഞെട്ടി. അതെങ്ങനെ സംഭവിച്ചു? ആരോ പക വീട്ടിയതാ, ഒന്നുകിൽ അയാളോട് അല്ലെങ്കിൽ ഹോട്ടലിനെ കരുതേച്ച് കാണിക്കാൻ. ഞാൻ ചെന്നപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് പരിചയമുള്ള SI ജയപാലൻ സാറായിരുന്നു വന്നത്. അതുകൊണ്ട് വലിയ പരിക്കില്ലാതെ ഹോട്ടലിനെ രക്ഷപ്പെടുത്താൻ പറ്റി. കൂട്ടത്തിൽ സഞ്ജയിനെയും. അവനെ രക്ഷപ്പെടുത്തണ്ടായിരുന്നു, അവൾ പറഞ്ഞു. എലിയെ ചുട്ടാൽ ഇല്ലവും വെന്തു ചാമ്പലാകും. അതുകൊണ്ടാണ്. ക്രിസ്റ്റി വല്ലതും കഴിച്ചോ? പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു.
ഇല്ല, നല്ല വിശപ്പുണ്ട്. ജാസ്മിൻ അവന് ചോറ് വിളമ്പിക്കൊടുത്തു. അവളോട് സംസാരിച്ചുകൊണ്ടാണ് അവൻ ഊണ് കഴിച്ചത്. ഒരിക്കൽ എന്നെയും സഹദേവൻ എന്ന തടവു പുള്ളിയെയും ചികിത്സയ്ക്ക് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈ ജയപാലൻ സാറാ. അന്ന് സഹദേവൻ ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. ഞാനാ പിന്നാലെ ഓടി അവനെ കീഴ്പ്പെടുത്തി സാറിനെ ഏൽപ്പിച്ചത്. അതിൻ്റെ നന്ദിയും സ്നേഹവും ഇപ്പോഴും അദ്ദേഹത്തിന് എന്നോടുണ്ട്. ജാസ്മിൻ ചിരിച്ചു. പെട്ടെന്ന് ക്രിസ്റ്റിയുടെ മൊബൈൽ ബെല്ലടിച്ചു. സലോമിയാണ് വിളിച്ചത്. നീ വേഗം ഇങ്ങോട്ട് വാ ക്രിസ്റ്റി, അവൾ പറഞ്ഞു. ഇപ്പോൾ വരാൻ ചേച്ചി. ജാസ്മിൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി. പേടിക്കണ്ട, അരുതാത്തതൊന്നും ക്രിസ്റ്റി ചെയ്യില്ല, അവൻ പറഞ്ഞു. ക്രിസ്റ്റി ചെന്നപ്പോൾ ആൻ്റണിയും സലോമിയും ഉണ്ടായിരുന്നു വീട്ടിൽ. രണ്ടുപേരും തമ്മിൽ ഒരു യുദ്ധം കഴിഞ്ഞതിൻ്റെ ലക്ഷണം അവരുടെ മുഖത്ത് അവൻ കണ്ടു. ഞാൻ അന്നേ പറഞ്ഞതാ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ജോലിക്ക് വെക്കരുതെന്ന്. അത് നാശത്തിന് വഴിതെളിക്കുമെന്ന്. ഇപ്പോഴെങ്ങനെയിരിക്കുന്നു? ആകെ നാണക്കേടായില്ലേ? അവനെ കണ്ട സലോമി വീണ്ടും തുടങ്ങി. ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ട് നടിക്കുന്നതാണ് നല്ലതെന്ന് ക്രിസ്റ്റിക്ക് തോന്നി. അതിനിപ്പോൾ എന്തുണ്ടായി ചേച്ചി? ചോദിച്ചു നോക്ക് നിന്റെ ആൻ്റപ്പൻ ചേട്ടനോട്, പരിഹാസത്തോടെ സലോമി പറഞ്ഞു. ആൻ്റണി ദയനീയ ഭാവത്തിൽ അവനെ നോക്കി. ഷാജിയുടെ കുറ്റം കൊണ്ടല്ലല്ലോ അങ്ങനെ സംഭവിച്ചത്. ഹോട്ടലാകുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും വന്ന് താമസിക്കും. അവർ ഭാര്യ ഭർത്താക്കന്മാരാണോ കാമുകി കാമുകന്മാരാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് ബിസിനസ് കിട്ടത്തില്ല. അയാൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതൊക്കെ ഞാനും സമ്മതിച്ചു. പക്ഷേ ഗസ്റ്റിൻ്റെ റൂമിലേക്ക് വെളിയിൽ നിന്ന് വന്ന പെണ്ണിനെ കടത്തിവിടാൻ പാടുണ്ടോ? ഷാജി അത് ചെയ്തു. അതല്ല ക്രിസ്റ്റി കുഴപ്പമായത്. പോലീസ് വന്ന് ആ സഞ്ജയിനെയും പെണ്ണിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആരോ ഒറ്റുകൊടുത്തതാ. അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല. എന്തായാലും നമ്മുടെ ഹോട്ടലിന് പേരുദോഷമായില്ലേ? ഇനി കുടുംബക്കാർ ആരെങ്കിലും അവിടെ താമസിക്കാൻ വരുമോ? പത്രത്തിൽ നാളെ മത്തങ്ങ വലുപ്പത്തിൽ വാർത്ത വരും. താൻ ഇടപെടേണ്ട സമയമായെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി. പത്രത്തിൽ വാർത്തയൊന്നും വരത്തില്ല ചേച്ചി. അഥവാ വന്നാലും ഹോട്ടലിൻ്റെ പേര് കൊടുക്കത്തില്ല. ഒരു കണക്കിന് പോലീസ് വന്ന് അയാളെ പിടിച്ചോണ്ട് പോയത് നന്നായി. അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ കർശനമാകും. അല്ലെങ്കിൽ ഹെവൻ വാലി ഹോട്ടൽ ഒരു സദാചാര വിരുദ്ധ കേന്ദ്രമായി തീരും. ക്രിസ്റ്റി പറഞ്ഞത് കേട്ടപ്പോൾ സലോമിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. എന്നാലും ആ ഷാജിയെ ഇനി അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് തന്നെ അവനെ പറഞ്ഞു വിടണം, അവൾ ശടിച്ചു. നമുക്ക് അവനൊരു ചാൻസ് കൂടി കൊടുക്കാൻ ചേച്ചി. അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതല്ലേ? ഇതവൻ്റെ ട്രെയിനിങ് പീരീഡാണ്. ഈ സംഭവം അവനൊരു പാഠമായിരിക്കും. ആൻ്റണിയുടെ നേർക്ക് സലോമി ദഹിപ്പിക്കുന്ന മട്ടിൽ ഒരു നോട്ടം നോക്കി. ക്രിസ്റ്റി പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ക്ഷമിച്ചു. ഇനി ഇങ്ങനെ വല്ലവും ഉണ്ടായാൽ. അവൾ അകത്തേക്ക് കയറിപ്പോയി. താങ്ക്സ് ക്രിസ്റ്റി, താങ്ക്സ്. ആൻ്റണി അവൻ്റെ കൈകൾ രണ്ട് കൂട്ടിപ്പിടിച്ച് പറഞ്ഞു. പാവം ആൻ്റപ്പൻ ചേട്ടൻ. ഹെവൻ വാലി ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് ടാക്സി വന്ന് നിന്നപ്പോൾ സേവിയറും സിബിയും അവിടെ ഹാജരുണ്ടായിരുന്നു. ടാക്സിയുടെ ബാക്ക് സീറ്റിൽ നിന്ന് സഞ്ജയ് ഇറങ്ങി. അയാളുടെ സൗന്ദര്യത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ടെന്ന് സേവിയറിന് തോന്നി. വണ്ടി വിട്ടേക്കട്ടെ ചേട്ടായി, അയാൾ ചോദിച്ചു. വിട്ടേക്ക്, നമ്മുടെ വണ്ടി ഉണ്ടല്ലോ. 4-5 ദിവസത്തെ പൊടിയടിഞ്ഞ് സഞ്ജയിൻ്റെ കാർ കുറച്ചപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ കൂലി കൊടുത്ത ടാക്സി വിട്ടു. എവിടെയാ എനിക്ക് താമസിക്കാൻ സ്ഥലം കണ്ടുവച്ചേക്കുന്നേ? സഞ്ജയ് ചോദിച്ചു. വട്ടവടയിൽ ഒരു ക്ലബ്ബുണ്ട്, സ്ട്രോബെറി ക്ലബ്ബ്. അവിടെ 2-3 ഗസ്റ്റ് റൂമുകളുണ്ട്. മെമ്പേഴ്സിൻ്റെ ഗസ്റ്റുകൾക്ക് താമസിക്കാനാണ്. എൻ്റെ ഒരു പരിചയക്കാരൻ അവിടുത്തെ മെമ്പറാ. പുള്ളിയെ കൊണ്ട് ഞാനൊരു റൂം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഗുഡ്. എനിക്ക് വേണമെങ്കിൽ ആരും അറിയാതെ ഇന്ന് വന്ന റൂമിൽ നിന്ന് ബാഗും എടുത്ത സ്ഥലം വിടാമായിരുന്നു ചേട്ടായി. പക്ഷേ അങ്ങനെ അങ്ങ് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ദിവസം ഞാനിവിടെ കാണും. വാ, നമുക്ക് റൂം വിട്ടേക്കാം. അവർ ഹോട്ടലിലേക്ക് ചെന്നു. സാമുവലായിരുന്നു റിസപ്ഷനിൽ. 210 ചാവി വേണം. ഞാൻ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഗൗരവഭാവത്തിൽ സഞ്ജയ് കൈനീട്ടി. ഒന്നും പറയാതെ സാമുവൽ കീ റാക്കിൽ നിന്ന് 210 നമ്പർ റൂമിൻ്റെ താക്കോൽ എടുത്തു കൊടുത്തു. ബില്ല് റെഡിയാക്കി വെക്ക്, ഞാനിപ്പോൾ വരും. 3 പേരും കൂടി 2ാം നിലയിലെ മുറിയിലേക്ക് പോയി. സഞ്ജയ് വാതിൽ തുറന്ന് അകത്ത് കയറി. സ്യൂട്ട് കേസ് തുറന്ന് അയാൾ സ്വന്തം സാധനങ്ങൾ അതിലേക്ക് എടുത്തു വെച്ചു. ജാമ്യം കിട്ടാൻ പ്രയാസം വന്നില്ല അല്ലേ? സിബി ചോദിച്ചു. സഞ്ജയ് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എല്ലാവരുടെയും വിചാരം പോലീസ് എന്നെ അങ്ങ് മൂക്കിലേക്ക് വലിച്ചു കയറ്റുമെന്നായിരുന്നു. ഒറ്റ ഫോൺ കോൾ. കോഴഞ്ചേരിയിൽ നിന്ന് ഒരു സംഘം ഉടൻ പുറപ്പെട്ടു. എന്നാലും കേസുണ്ടല്ലോ സാറേ.
വക്കീലെന്ന് പറയുന്ന വർഗം എന്തിനുള്ളതാണെന്ന സിബിയുടെ വിചാരം? നമ്മളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളവരാ. 2 ക്യാമറകളും സുരക്ഷിതമായി തന്നെ മുറിയിലുണ്ടായിരുന്നു. രണ്ടും എടുത്ത് സഞ്ജയ് ഭദ്രമായി സൂട്ട് കേസിൽ വെച്ചു. 2 എണ്ണം അടിച്ചിട്ട് വേണം അത് ലാപ്ടോപ്പിലിട്ട് കാണാൻ. സിന്ധു ഒരു മിടുക്കത്തിയാണ്. സാധാരണ പോലീസ് വന്ന് റെയ്ഡ് ചെയ്താൽ മുറിയിലുള്ള സകലതും അരിച്ചു പെറുക്കി പരിശോധിക്കാറുള്ളതാണ്. തൊണ്ടിയായി കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ ഇവിടെ അതൊന്നും നടന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് സഞ്ജയ് സൂട്ട് കേസ് എടുത്തു. ബാഗുകൾ ഓരോന്നും സേവിയറും സിബിയും എടുത്തു. അവർ റിസപ്ഷനിൽ ചെന്നപ്പോൾ ബില്ല് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സിൽ നിന്ന് ഒരടുക്ക് 1000-ന്റെ നോട്ടുകൾ പുറത്തെടുത്ത് ആവശ്യത്തിനുള്ള തുക എണ്ണി തിട്ടപ്പെടുത്തി അയാൾ സാമുവലിന് കൊടുത്തു. ഗുഡ് ബൈ ഫ്രണ്ട്, എല്ലാ സേവനങ്ങൾക്കും നന്ദി. പരിഹാസത്തോടെ സാമുവലിനോട് യാത്ര പറഞ്ഞു. സഞ്ജയ് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. സേവിയറും സിബിയും അയാളെ അനുഗമിച്ചു. കാറിൻ്റെ ഡിക്കി തുറന്ന് അയാൾ സൂട്ട് കേസുകളും ബാഗുകളും അതിനുള്ളിൽ വെച്ച് അടച്ചു. ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? കാറിലേക്ക് കയറാതെ തിരിഞ്ഞു നിന്ന് അയാൾ സേവിയറോടും സിബിയോടും ചോദിച്ചു. ഇല്ല, സേവിയർ പറഞ്ഞു. സഞ്ജയ് ചിരിച്ചു. എന്നിട്ട് പേഴ്സിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്തു. അതിൽ ഒരു മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂമിൽ ഒരു വേശ്യയുണ്ടെന്ന് ഈ നമ്പറിൽ നിന്നാണ് ആരോ ദേവികുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത്. കുറച്ച് കാശ് മുടക്കിയപ്പോൾ ഈ നമ്പർ അവിടുന്ന് കിട്ടി. ഇവൻ ആരായാലും നമ്മൾ കണ്ടുപിടിക്കും. ഇവനെ തീർത്തിട്ടേ ഞാനിവിടുന്ന് പോകൂ. സേവിയറും സിബിയും പരസ്പരം നോക്കി. ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഫോൺ ലൗഡ് സ്പീക്കറിലിടാം, നിങ്ങൾക്കും കേൾക്കാമല്ലോ അവൻ്റെ സംസാരം. സഞ്ജയ് ആ നമ്പർ ഡയൽ ചെയ്തു. പെട്ടെന്ന് സിബിയുടെ പോക്കറ്റിലെ മൊബൈൽ ഉച്ചത്തിൽ ബെല്ലടിക്കാൻ തുടങ്ങി. അയാൾ ഞെട്ടലോടെ പിന്നിലേക്ക് മാറി. സിബിയുടെ പോക്കറ്റിലെ മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ട് സഞ്ജയും സേവിയറും തലതിരിച്ച് അയാളെ ഒന്ന് നോക്കി. സിബിയുടെ മുഖം വിളറി. ആരാണ്ട് വിളിക്കുന്നല്ലോ, ആരാന്ന് നോക്കട്ടെ. പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത സൂത്രത്തിൽ അയാൾ സൈലന്റ് ബട്ടണിൽ വിരലമർത്തി. അതോടെ ബെല്ലടിക്കുന്നത് കേൾക്കാതായി. ഓ, ഐസക്കാ വിളിക്കുന്നേ. മൊബൈലിൽ നോക്കിയിട്ട് അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. സഞ്ജയ് മൊബൈൽ ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴും അയാളുടെ ചെവിയിൽ ഫോൺ ബെല്ല് മുഴങ്ങുന്നുണ്ടായിരുന്നു. 1 മിനിറ്റ് സിബി അവരിൽ നിന്ന് അല്പം മാറി നിന്ന് ആരോട് ഗൗരവഭാവത്തിൽ സംസാരിക്കുന്നതായി നടിച്ചു. സഞ്ജയിൻ്റെ ഫോണിലെ ബെല്ലടി നിന്നു. ആരാ ഈ ഐസക്ക്? അയാൾ തിരക്കി. സിബിയുടെ ഒരു ഫ്രണ്ടാ, മൂന്നാറിലെ ഒരു ടീ എസ്റ്റേറ്റിലെ സൂപ്പർവൈസറാ. പുള്ളി നല്ല കമ്പനിയാ. പുള്ളിയുടെ ക്വാർട്ടേഴ്സിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കൂടാറുണ്ട്. സേവിയർ പറഞ്ഞതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും സിബിയിൽ നിന്ന് സഞ്ജയ് കണ്ണുകൾ എടുത്തതേയില്ല. അത്രയ്ക്ക് പരിഭ്രമം നിറഞ്ഞതായിരുന്നു സിബിയുടെ സംസാരവും പെരുമാറ്റവും. സിബി മൊബൈലിലേക്ക് അല്പനേരം എന്തൊക്കെയോ സംസാരിച്ചിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. എന്നിട്ട് സേവിയറിൻ്റെയും സഞ്ജയുടെയും അടുത്തേക്ക് വന്നു. അടുത്ത ഞായറാഴ്ച ഐസക്കിൻ്റെ മോളുടെ ബർത്ത്ഡേയാ. ചെറിയ സെലിബ്രേഷനുണ്ട്, അതിനെ ക്ഷണിക്കാൻ വിളിച്ചതാ, അയാൾ സേവിയറോട് പറഞ്ഞു. സഞ്ജയ് വീണ്ടും അതേ നമ്പറിലേക്ക് വിളിച്ചു. അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന അറിയിപ്പാണ് അപ്പോൾ അയാൾക്ക് കിട്ടിയത്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. സിബിയുടെ മൊബൈൽ ഒന്ന് തന്നേ, സഞ്ജയ് ആവശ്യപ്പെട്ടു. എന്തിനാണ്? മടിയോടെ അയാൾ ചോദിച്ചു. ഒന്ന് തന്നേ, കാര്യമൊക്കെ പറയാം. സഞ്ജയ് അടുത്തേക്ക് ചെന്ന് ബലം പ്രയോഗിച്ച് സിബിയുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ സെറ്റ് എടുത്ത് നോക്കി. അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇത് സ്വിച്ച് ഓഫ് ആണല്ലോ സിബി. ബാറ്ററി വീക്കായപ്പോൾ തനിയെ ഓഫായതായിരിക്കും. അയാൾ പെട്ടെന്ന് ന്യായീകരണം കണ്ടുപിടിച്ചു. ശരിയായിരിക്കും, എന്നാലും നമുക്കൊന്ന് നോക്കാം. സഞ്ജയ് അപ്പോൾ തന്നെ ആ മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്തു. സിബിയുടെ മുഖത്ത് ഉറ്റുനോക്കിക്കൊണ്ടാണ് അയാൾ അത് ചെയ്തത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറിയ മനസ്സോടെ സിബി നിന്നു. അയാളുടെ മൊബൈൽ ഓൺ ആയപ്പോൾ നേരത്തെ വിളിച്ച നമ്പറിലേക്ക് സഞ്ജയ് വീണ്ടും വിളിച്ചു. പെട്ടെന്ന് സിബിയുടെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. ഒന്നും മനസ്സിലാകാതെ നിന്ന സേവ്യർ അത് കണ്ട് ഞെട്ടി. എടാ സിബി, നീയായിരുന്നോ അപ്പോൾ? വിശ്വാസം വരാതെ സേവ്യർ ചോദിച്ചു. സഞ്ജയ് ഒന്ന് ചിരിച്ചു. അത് ക്രൂരമായ ഒരു ചിരിയായിരുന്നു. അയാൾ മെല്ലെ സിബിയെ സമീപിച്ചു. എൻ്റെ ചെലവിൽ കള്ളും കുടിച്ച് ശാപ്പാട് മടിച്ച് ഒടുവിൽ എനിക്കിട്ട് തന്നെ പണി തരുമായിരുന്നു അല്ലേട പട്ടിക്കഴിവേറി മോനെ. സിബി ഭയത്തോടെ 2 ചുവട് പിന്നോട്ട് മാറി. പറ, എന്തിനാ നീ പോലീസിനെ വിളിച്ച് പറഞ്ഞത് എൻ്റെ റൂമിൽ പെണ്ണുണ്ടെന്ന്? സാർ എന്നോട് ക്ഷമിക്കണം. സാറിനെ കുഴപ്പത്തിനാക്കാനല്ലായിരുന്നു. ഹെവൻ വാലി ഹോട്ടലിൽ വ്യഭിചാരം നടക്കുന്നെന്ന് മാത്രമേ ഞാൻ പോലീസിനോട് പറഞ്ഞുള്ളൂ.
അത് ആൻ്റണിയെ നാറ്റിക്കാനായിരുന്നു. ഹോട്ടലിന് ചേത്തുപ്പേരുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടം? നാറിയത് ഞാനല്ലേ. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടത് എൻ്റെ മിടുക്കുകൊണ്ട്. പറ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? സത്യമാ ഞാൻ പറഞ്ഞത്. സേവിയർ ഇച്ചായൻ അറിയാം ഞാൻ ഇവിടുത്തെ മാനേജറായിരുന്നു. ഒരു കാരണവുമില്ലാതെയാ ആൻ്റണി എന്നെ പിരിച്ചുവിട്ടേ. കാര്യമായിട്ട് നഷ്ടപരിഹാരവും തന്നില്ല. ആൻ്റണിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാ ഞാൻ. പെട്ടെന്ന് മിന്നൽ പിണർ പോലെ സഞ്ജയിൻ്റെ വലത് കാൽ ഉയർന്നു താണു. അടിവയറ്റിൽ അയാളുടെ തൊഴിയേറ്റ് ഒരു അലർച്ചയോടെ സിബി മണ്ണിലേക്ക് വീണു. നിലത്ത് വീണുകിടന്ന് വേദന കൊണ്ട് ഇറങ്ങിയ സിബിയെ അയാൾ ഷൂസ് ധരിച്ച പാദം കൊണ്ട് വീണ്ടും വീണ്ടും ചവിട്ടി. മതി സാറേ, ഇനി അവനൊന്നും ചെയ്യല്ലേ. അവനൊരു അബദ്ധം പറ്റിപ്പോയതാ. സേവ്യർ നടുവിൽ കയറി നിന്ന് സഞ്ജയനെ തടഞ്ഞു. താനും കൂടി ചേർന്നുകൊണ്ടല്ലേ എന്നെ ട്രാപ്പിലാക്കാൻ നോക്കിയത്? എനിക്കിപ്പോൾ സംശയമുണ്ട്. കോഴഞ്ചേരിക്കാർ അത്ര മണ്ടന്മാരാണെന്ന് താൻ വിചാരിക്കരുത്. തന്നെ എൻ്റെ കാൽ ചുവട്ടിൽ വരുത്താനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ആ സിന്ധു ഉണ്ടല്ലോ, അവളിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാ. അവളൊരു കടലാസ് എഴുതി കൊടുത്താൽ താൻ അകത്താകും. അവളെ വിറ്റ് കാശാക്കിയതിന്. സേവ്യർ സ്തംഭിച്ചു നിന്നു. സിബി അപ്പോഴും നിലത്ത് നിന്ന് എഴുന്നേക്കാൻ കഴിയാതെ ഞരങ്ങിയും മൂളിയും കിടക്കുകയായിരുന്നു. സഞ്ജയ് പുച്ഛത്തോടെ സേവ്യറിനെ ഒന്ന് നോക്കി. കളിക്കുമ്പോൾ ആളും തരവും നോക്കി വേണം കളിക്കാൻ. നീയൊക്കെ വെറും ലോക്കൽ ഗുണ്ടകൾ, ഞാഞ്ഞൂലുകൾ. തൽക്കാലം ഞാൻ പോവുകയാണ്. പക്ഷേ ഇനിയും വരും. അന്ന് നീയൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. അയാൾ ചെന്ന് കാറിൽ കയറി ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് റോഡിലേക്ക് ഓടിച്ചുപോയി. കാർ വളവ് തിരിഞ്ഞ് അപ്രത്യക്ഷമായപ്പോൾ സേവ്യർ ചെന്ന് സിബിയെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അനുഭവിച്ചോ? പോലീസിന് ഫോൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് നിനക്കെന്നോട് ചോദിക്കാമായിരുന്നു. തലകുനിച്ച് നിന്നതല്ലാതെ സിബി ഒന്നും മിണ്ടിയില്ല. ബുള്ളറ്റ് നല്ല വേഗത്തിലാണ് ക്രിസ്റ്റി വിട്ടത്. സ്ഥലം വിടുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണണം. കവിളത്തൊന്ന് പൂശുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ കൈയിൻ്റെ തരിപ്പ് തീരില്ല. നിരാശയായി മനസ്സിലത് കിടക്കും. അരമണിക്കൂർ മുമ്പാണ് ഹോട്ടലിൽ നിഹീർ വിളിച്ചത്. ചേട്ടാ, മറ്റേയാൾ വന്നിട്ടുണ്ട്. ആര്? ഇവിടുന്ന് പോലീസ് പിടിച്ചോണ്ട് പോയ ആ സഞ്ജയ്. ഉരുളക്കിഴങ്ങ് പാടത്തായിരുന്നു അപ്പോൾ ക്രിസ്റ്റി. വള്ളികൾ വീശി കടും പച്ച ഇലകളുമായി ചെടികൾ തഴച്ചു വളരുന്നു. എപ്പം വന്നു? നിലത്ത് കുന്തിച്ചിരുന്ന് വിളകൾ പരിശോധിച്ചുകൊണ്ടിരുന്ന ക്രിസ്റ്റി പെട്ടെന്ന് എഴുന്നേറ്റു. ദാ ഇപ്പം വന്നേയുള്ളൂ. കൂട്ടുകാർ 2 പേരും ഇവിടുണ്ട്. ആര്? സേവ്യറും സിബിയുമോ? ഉവ്, ചെക്കൗട്ട് ചെയ്ത് സ്ഥലം വിടാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു. താങ്ക്സ് സഹീർ. കോൾ കട്ട് ചെയ്തിട്ട് ക്രിസ്റ്റി ബൈക്ക് എടുത്ത് ടോപ്പ് സ്റ്റേഷനിലേക്ക് പറപ്പിച്ചു. എപ്പോഴെങ്കിലും സഞ്ജയ് വന്ന് റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോകുമെന്ന് അവൻ അറിയാമായിരുന്നു. അയാൾ വന്നാൽ ഉടൻ അറിയിക്കണമെന്ന് സഹീറിനോട് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ പകൽ നേരത്തെ വരാൻ സാധ്യതയുള്ളൂ. ആ സമയത്ത് താൻ വീട്ടിലായിരിക്കുമല്ലോ. വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള ത്തിലേക്ക് ബുള്ളറ്റ് പ്രവേശിച്ചപ്പോൾ അകലെ നിന്ന് വെള്ള നിറത്തിലുള്ള ഒരു കാർ വരുന്നത് ക്രിസ്റ്റി കണ്ടു. സഞ്ജയൻ്റെ കാർ. പെട്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതോടെ അവന് സമാധാനമായി. ടോപ്പ് സ്റ്റേഷനിലേക്ക് ഈ ഉച്ചനേരത്ത് വലിയ ട്രാഫിക് ഇല്ല. റോഡിൻ്റെ ഇരുവശത്തും കാടാണ്. കാറിന് കടന്നു പോകാൻ സാധിക്കാത്ത വിധം അവൻ ബൈക്ക് റോഡിൽ തന്നെ നിർത്തി എൻജിൻ ഓഫ് ചെയ്തു. സഞ്ജയൻ്റെ കാർ വന്ന് തൊട്ടു മുമ്പിൽ നിന്നു. ബൈക്കിൽ നിന്നിറങ്ങി ക്രിസ്റ്റി കാറിനടുത്തേക്ക് ചെന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ക്രിസ്റ്റി കാറിൻ്റെ ഗ്ലാസ് മെല്ലെ താഴ്ത്തി. എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. സാർ, തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ ഞാൻ പാഞ്ഞു വരുമായിരുന്നു. ഇറങ്ങി വാ സാറേ, 2 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. എന്താ നിനക്ക് വേണ്ടത്? ഗൗരവഭാവത്തിൽ സഞ്ജയ് ചോദിച്ചു. എനിക്കൊന്നും വേണ്ടായേ, പക്ഷേ സാറിനൊരു സമ്മാനം തരാൻ വേണ്ടിയാ ഇറങ്ങാൻ പറഞ്ഞത്. ഡോർ തുറന്ന് സഞ്ജയ് കാറിൽ നിന്നിറങ്ങി. ഇൻസേർട്ട് ചെയ്ത ഷർട്ടും ജീൻസുമായിരുന്നു അയാളുടെ വേഷം. വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്ന ബക്കിളുകളുള്ള ലെതർ ബെൽറ്റും ധരിച്ചിരുന്നു. സാറിനെ അധികം ദേഹോപദ്രവം ഏൽപ്പിക്കരുതെന്ന് ഞാൻ ഇൻസ്പെക്ടർ ജയപാലൻ സാറിനോട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി സാറിനെ തല്ലിയില്ലല്ലോ? സഞ്ജയ് അവനെ ഒന്ന് തുറച്ചു നോക്കി. അപ്പോൾ നീയും കൂടെ ചേർന്നോണ്ടാ ആ പരിപാടി ആസൂത്രണം ചെയ്തത് അല്ലയോടാ? കോപത്തോടെ അയാൾ ചോദിച്ചു. അയ്യോ, എനിക്കതിൽ പങ്കില്ലേ. ഞാൻ മനസ്സാ വാച ഞാനിതിൽ ഇടപെട്ടിട്ടില്ല. നാണക്കേടിൽ നിന്ന് സാറിനെ രക്ഷപ്പെടുത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ, ക്രിസ്റ്റി പറഞ്ഞു. പോലീസ് കേസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നീയാരാ? ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അതോ വൈജിയോ? പരിഹാസത്തോടെ അയാൾ ചോദിച്ചു. നമ്മുടെയൊന്നും കൊക്കിലൊതുങ്ങാത്ത വമ്പന്മാരാ സാറേ ഈ പറഞ്ഞ ആളുകൾ. അതുപോട്ടെ,
സാറിനെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം വേറെയാ. സാറ് കോഴഞ്ചേരിന്ന് എന്നാ പോണ്ടിച്ചേരിക്ക് പോകുന്നേ? എന്താ നീ വരുന്നോ അങ്ങോട്ട്? വീണ്ടും പരിഹാസം. എന്നെ വരുത്താതിരിക്കാൻ വേണ്ടിയ സാറിനെ ഞാൻ അത്യാവശ്യമായിട്ട് കാണാൻ വന്നേ. സാർ എന്നോട് പറഞ്ഞ ജാസ്മിൻ ഉണ്ടല്ലോ, ആ പിച്ചിപ്പൂവ്, അവളെ സാറ് നോട്ടമിട്ടിരിക്കുവാണെന്നല്ലയോ എന്നോട് പറഞ്ഞത്? എന്നാൽ ഇനി അത് വേണ്ട. ആ നോട്ടം അങ്ങ് പിൻവലിച്ചേക്ക്. മുന്നറിയിപ്പ് പോലെ അവൻ പറഞ്ഞു. നീ ആരാടാ എന്നോട് ആജ്ഞാപിക്കാൻ? ചുണ്ടുകൂട്ടി അയാൾ ചോദിച്ചു. അവളുടെ ഗാർഡിയൻ ഏഞ്ചൽ, അതായത് കാവൽ മലാഖ. പോടാ നിന്ന് ചിലക്കാതെ. എടുത്തു മാറ്റി നിന്റെ പാട്ട വണ്ടി. അവജ്ഞയോടെ ക്രിസ്റ്റിയെ ഒന്ന് നോക്കിയിട്ട് സഞ്ജയ് കാറിലേക്ക് കയറാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് അയാളുടെ ബെൽറ്റിൽ കുത്തിപ്പിടിച്ച് പൊക്കി കാറിലേക്ക് ചേർത്തമർത്തി. കൈ ചുരുട്ടി മുഖത്തിടിക്കാനാഞ്ഞെങ്കിലും ഇടിച്ചില്ല. നിന്റെ സുന്ദരമായ ഈ മൂക്കുണ്ടല്ലോ, ഇടിച്ച് ചതയ്ക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊല്ലരുതെന്ന്. സഞ്ജയ് ഭയന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ഉരുക്കു വിരലുകൾക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന വയറ്റത്തെ മാംസപേശികൾ സമ്മാനിച്ച വേദന അയാൾ കടിച്ചമർത്തി. ജാസ്മിന് നീ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ക്രിസ്റ്റി അവിടെ പറന്നെത്തും. പോണ്ടിച്ചേരി ബീച്ചിൽ നിന്ന് നിന്റെ ശവമേ പിന്നെ കിട്ടൂ. അതെപ്പോഴും ഓർമ്മ വേണം. ക്രിസ്റ്റി മെല്ലെ പിടിയയച്ചു. സഞ്ജയിൻ്റെ കാലുകൾ ഭൂമിയെ സ്പർശിച്ചു. പിന്നെ ഒരു കാര്യം കൂടി, നിന്റെ 2 ക്യാമറകളിൽ നിന്നും മെമ്മറി കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നീ എന്തെങ്കിലും വേണ്ടാതീനം ജാസ്മിനോട് കാണിച്ചാൽ കോഴഞ്ചേരിയിലെയും പോണ്ടിച്ചേരിയിലെയും വീഡിയോ ഷോപ്പുകളിൽ ഹെവൻ വാലി ഹോട്ടലിൻ്റെ 210 നമ്പർ റൂമിലെ നിന്റെ പെർഫോമൻസിൻ്റെ DVD കാണികളെ കാത്തിരിക്കും. പൊയ്ക്കോ. അവൻ്റെ കാറിൻ്റെ മുന്നിൽ നിന്ന് ബൈക്ക് എടുത്തു മാറ്റി. സഞ്ജയ് പെട്ടെന്ന് കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. ക്രിസ്റ്റി ഒന്ന് നിശ്വസിച്ചു. പൊയ്ക്കോട്ടെ, ഇനി അവൻ ജാസ്മിനെ ശല്യപ്പെടുത്തുകയില്ല. അവൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ജാസ്മിൻ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2-3 തവണ വിളിച്ചല്ലോ. ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് അറിയിപ്പ് വന്നത്. ക്രിസ്റ്റി തോട്ടത്തിൽ പോയതല്ലായിരുന്നോ? അവൾ ചോദിച്ചു. അതെ, പക്ഷെ അവിടുന്ന് വേറൊരാളെ കാണാൻ പോകേണ്ടി വന്നു. പെട്ടെന്ന് അവളുടെ മുഖത്തെ പ്രകാശം മങ്ങി. ആ സ്ത്രീ വിളിച്ചോ? അവൾ ചോദിച്ചു. ഏത് സ്ത്രീ? ക്രിസ്റ്റിയുടെ സലോമി ചേച്ചി. അവൻ ചിരിച്ചു. സലോമി ചേച്ചിയെ കാണാൻ പോയാൽ എന്താ കുഴപ്പം? അതെനിക്കിഷ്ടമല്ല. അവൾ മുഖം വീർപ്പിച്ചു. ആ സ്ത്രീ എൻ്റെ ബോസാണ്. നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ പണി പോകും. വീട്ടിൽ വെറുതെ കുത്തിയിരിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. അടുത്ത മാസം വിളവെടുപ്പ് തുടങ്ങത്തില്ലേ? കൈ നിറയെ കാശ് കിട്ടും. ഞാൻ പോയത് സഞ്ജയ് എന്ന കാസിനോവയെ കാണാനാണ്, അവൻ പറഞ്ഞു. എന്നിട്ട്? അവൾ ഉദ്യോഗത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഹോട്ടലിൽ റൂം വെക്കേറ്റ് ചെയ്ത് ഇന്ന് പോയി. പോകുന്നതിന് മുമ്പ് അവനെ കാണാനാണ് ഞാൻ ചെന്നത്. ഇനി അവൻ നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. ക്രിസ്റ്റി അവന് ദേഹോപദ്രവം വല്ലതും? ഇല്ല, ഒന്ന് വിരട്ടി, അത്രമാത്രം. പക്ഷേ അവൻ നന്നാവത്തില്ല ജാസ്മിൻ. വേലി ചാടിയ പശുവാണവൻ. കോലുകൊണ്ട് തന്നെ അവസാനം. ശീലിച്ചത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അവൻ്റെ റൂമിൽ 2 ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. 2ലെയും മെമ്മറി കാർഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പോണ്ടിച്ചേരിയിലേക്ക് പോയാലും 2 മാസത്തിലേറെ അവിടെ കാണുകയില്ല. തീസിസ് തയ്യാറാക്കി പ്രിൻ്റ് ചെയ്ത് ബുക്കാക്കി അത് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്താലുടൻ ഞാൻ നാട്ടിലേക്ക് പോകും. പിന്നെ റിസൾട്ട് വന്നാൽ മതി, അവൾ പറഞ്ഞു. ജാസ്മിൻ എന്നാണ് ഇവിടുന്ന് പോകുന്നത്? 3-4 ദിവസം കൂടി ഉണ്ടാവും ഇവിടെ. 1-2 യാത്രകൾ, ചില ഫ്രണ്ട്സിനെ കാണാനാണ്. പെട്ടെന്ന് അവൻ്റെ മുഖത്തെ പ്രസന്നത മാഞ്ഞു. എന്താ ക്രിസ്റ്റി? അവൾ അത് ശ്രദ്ധിച്ചു. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണുമോ? ഓ, അതാണോ കാര്യം? ക്രിസ്റ്റി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാൻ ആലപ്പുഴയിലും. വെറും 6-7 മണിക്കൂർ നേരത്തെ യാത്ര. അവൻ പുഞ്ചിരിച്ചു. തോട്ടങ്ങൾ ഓരം ചേർന്ന് പോകുന്ന റോഡിൻ്റെ ഓരം ചേർത്ത് ബോബി ജീപ്പ് നിർത്തി. താഴ്വരയിലെ നിരന്ന പാടം മുഴുവൻ പച്ചയണിഞ്ഞു കിടക്കുന്നു. നേർത്ത തണുപ്പുള്ള ഇളം വെയിലിൽ വീണ് കിടക്കുന്ന കാബേജ് തോട്ടങ്ങൾ, പട്ടാണിപ്പയർ തോട്ടങ്ങൾ, ഉരുളക്കിഴങ്ങ് തോട്ടങ്ങൾ, ഗോതമ്പ് വയൽ, ക്യാരറ്റ് തോട്ടങ്ങൾ, സ്ട്രോബെറി തോട്ടങ്ങൾ. മുണ്ട് മടക്കി കുത്തി ബോബി വയൽ വരമ്പിലൂടെ മെല്ലെ നടന്നു. ചെട്ടിശ്ശേരിൽക്കാരുടെ തോട്ടങ്ങളാണ് അവയിൽ ഏറ്റവും മികച്ചത്. ക്രിസ്റ്റി തുനിഞ്ഞിറങ്ങിയാൽ പൊന്നു വിളയും. ഇവിടെ മാത്രമല്ല, പണ്ട് നാട്ടിലും അങ്ങനെയായിരുന്നു. തോട്ടത്തിലൂടെ ബോബി അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും നടന്നു. ഇത്തവണത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ സഹകരണ ബാങ്കിൽ നിന്നെടുത്ത ലോണുകൾ അടച്ചു തീർക്കാൻ പറ്റും. കൈവായ്പകളും കൊടുത്തു തീർക്കാം. മിച്ചം വരുന്ന പണം കൊണ്ട് അടുത്ത തവണ കൃഷി ഇറക്കാനുള്ള വിത്തും വളവും വാങ്ങാം.
വേറൊരു സന്തോഷം കൂടി ജീവിതത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ജെനി ഗർഭിണിയാണ്. ഉല്ലാസത്തോടെ ബോബി തോട്ടത്തിൽ ചുറ്റി നടന്നു. അപ്പോഴാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ ജാസ്മിനാണ്. എന്താ ജാസ്മിൻ, ബോബി ചായൻ ഇപ്പോൾ എവിടെയാണ്? അവൾ ചോദിച്ചു. ഞാൻ നമ്മുടെ തോട്ടത്തിലാണ്. അധിക ദിവസം ഞാൻ ഇവിടെ ഇല്ലല്ലോ. സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങി നടന്നതാ. കോവിലൂർ മാർക്കറ്റിലെത്തി. ഇപ്പം ചന്തയുടെ മുന്നിൽ നിൽക്കുക, അവൾ പറഞ്ഞു. നിനക്ക് ക്രിസ്റ്റിയെ കൂടി വിളിക്കാൻ വയ്യായിരുന്നോ? പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക്. എനിക്ക് പേടിയൊന്നുമില്ല ഇച്ചായ. ക്രിസ്റ്റി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമല്ലേ, ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ തന്നെ നില്ലേ, ഞാനിപ്പോൾ വരാം, ബോബി പറഞ്ഞു. ശരി ഇച്ചായ. അയാൾ തോട്ടത്തിൽ നിന്ന് കയറി ജീപ്പിനടുത്തേക്ക് ചെന്നു. മാർക്കറ്റിലേക്ക് കഷ്ടിച്ച് 2 കിലോമീറ്റർ ദൂരമേയുള്ളൂ. ബോബി ചെന്നപ്പോൾ ക്യാമറയും തൂക്കി മാർക്കറ്റിലെ കടകൾ കണ്ട് നിൽക്കുകയാണ് ജാസ്മിൻ. അയാളെ കണ്ടപ്പോൾ അവൾ വന്ന് ജീപ്പിൽ കയറി. ഇനി എങ്ങോട്ടെങ്കിലും പോണോ? അങ്ങനൊന്നുമില്ല, നമുക്ക് വെറുതെ എങ്ങോട്ടെങ്കിലും ഡ്രൈവ് ചെയ്യാം. വെറുതെ കണ്ട് പോകാമല്ലോ. അങ്ങനെ പറഞ്ഞെങ്കിലും അതായിരുന്നില്ല അവളുടെ മനസ്സിലിരിപ്പ്. ബോബിയെ തനിച്ച് ഒന്ന് കിട്ടാൻ വേണ്ടി അവൾ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ആ യാത്ര. ക്രിസ്റ്റിയെക്കുറിച്ച് ചില വിവരങ്ങൾ കൂടി ചോർത്തിയെടുക്കാനുണ്ട്. വീട്ടിൽ വെച്ച് അതിനുള്ള സാഹചര്യം കുറവാണ്. ഓക്കെ, പോകാം. ബോബി തയ്യാറായി. ജീപ്പ് മുന്നോട്ട് നീങ്ങി. കുത്തനെ ഇറക്കമായിരുന്നു അത്. പിന്നെ കൃഷിയിടങ്ങൾ, മലകൾ, വളഞ്ഞു ചുറ്റിപ്പോകുന്ന റോഡ്, വനം. ജാസ്മിൻ വെറുതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്ക് വിഷയം ക്രിസ്റ്റിയിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്റ്റി വന്നത് ബോബി ചായന് വലിയ സഹായമാണ് അല്ലേ, അവൾ ചോദിച്ചു. അത് പിന്നെ പ്രത്യേകം പറയണോ? ഞങ്ങളുടെ വീടുണർന്നത് അവൻ വന്നതിന് ശേഷമാണ്. ഐശ്വര്യവും കൊണ്ട് അവൻ വന്നത്. നമ്മുടെ തോട്ടം കണ്ടില്ലേ? ക്രിസ്റ്റി 1-ാം തരം കൃഷിക്കാരനാ, അവൾ പറഞ്ഞു. ഇനി പെണ്ണ് കെട്ടിക്കണം, എന്നിട്ട് ഇവിടെ തന്നെ താമസിപ്പിക്കണം. അവർക്ക് നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കണം. ഞാനൊരു കാര്യം ചോദിച്ചാൽ ബോബി ചായൻ വേറൊന്നും വിചാരിക്കല്ലേ? അവൾ ആശങ്കയോടെ അയാളെ നോക്കി. എന്താ ജാസ്മിൻ? അല്ല, ക്രിസ്റ്റിയുടെ ജീവിതത്തിൽ ഒരു കറുത്ത നിഴൽ വീണ് കിടപ്പുണ്ടല്ലോ. അത് ക്രിസ്റ്റിക്ക് നല്ലൊരു ഫാമിലിയിൽ നിന്ന് പെണ്ണ് കിട്ടാൻ തടസ്സമാകുമോ? ബോബി ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ മെല്ലെ സംസാരിച്ചു. ജാസ്മിൻ പറഞ്ഞ ആ പേടി എനിക്കുമുണ്ട്. കല്യാണാലോചന നടക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള ഒരു കാര്യവും ഞങ്ങൾ മറച്ചു വെക്കത്തില്ല. അവനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും തയ്യാറുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. കാലം കുറേയായില്ലേ, എല്ലാവരും മറന്നു കാണും അതെല്ലാം. ഏതു വർഷത്തിലായിരുന്നു സംഭവം? അവൾ സാധാരണ മട്ടിൽ ചോദിച്ചു. 2003 ഡിസംബറിലാണ്. ക്രിസ്മസ് കഴിഞ്ഞാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഡിസംബർ 28. ഞാനന്ന് സെമിനാരിയിലാണ്. അച്ചാച്ചൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാതലിനിരിക്കുകയായിരുന്നു. ഈ ഒരു വിവരം അറിയാൻ വേണ്ടിയാണ് ജാസ്മിൻ ഇത്രയും പാടുപെട്ടത്. കൃത്യമായ തീയതി അറിഞ്ഞാൽ മാത്രമേ പത്രവാർത്ത തപ്പിയെടുക്കാൻ പറ്റൂ. അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിൽ വാർത്തയും തുടർ വാർത്തയും വന്നിട്ടുണ്ടാവണം. കുറേ ചുറ്റിയടിച്ച ശേഷം അവർ വീട്ടിലെത്തി. ക്രിസ്റ്റി അപ്പോഴും ഉറക്കമായിരുന്നു. അന്ന് രാത്രിയിൽ അവൾ ട്രീസയെ വിളിച്ചു. എടി, നിനക്ക് പത്രം ഓഫീസിൽ ജോലിയുള്ള ആരെയെങ്കിലും പരിചയമുണ്ടോ? അവൾ ചോദിച്ചു. എന്തിനാടി? ജാസ്മിൻ കാര്യം പറഞ്ഞു. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഗതി എളുപ്പം നടന്നേനെ. അതുകൊണ്ടാ. ഇത്രയും വർഷം പഴക്കമുള്ള പത്രങ്ങൾ കണ്ടുപിടിച്ച് പരിശോധിക്കണ്ടേ? എനിക്ക് ആരെയും പരിചയമില്ലടി. നീ എന്തായാലും ഒന്ന് പോയി നോക്ക്. ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ, ട്രീസ പറഞ്ഞു. ശരിയെടി. പിറ്റേന്ന് രാവിലെ ട്രീസ വിളിച്ചു. എടി, എൻ്റെ കസിൻ വിനോദിന് ഒരു ഫ്രണ്ടുണ്ട് കോട്ടയത്ത്. പുള്ളി അവിടെ പത്രത്തിൽ ചീഫ് സബ് എഡിറ്ററാ. പേര് റോബിൻ. നീ നേരെ ചെന്ന് പുള്ളിയെ കണ്ടാൽ മതി. വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. ജാസ്മിന് സന്തോഷമായി. താങ്ക്സ് ട്രീസ. നിന്നെക്കുറിച്ച് റോബിനോട് വിനോദ് പറഞ്ഞു കഴിഞ്ഞു. റോബിൻ്റെ നമ്പർ ഞാൻ മെസ്സേജ് ചെയ്യാം. നീ എന്നാണ് പോകുന്നത്? ഇന്നിനി സമയമില്ലല്ലോ, നാളെ കാലത്ത് പോകാം. ശരിയടി, റോബിനെ വിളിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ. ഉടൻ തന്നെ റോബിൻ്റെ നമ്പർ ട്രീസ അയച്ചു കൊടുത്തു. അല്പനേരം കഴിഞ്ഞ് റോബിനെ ജാസ്മിൻ വിളിച്ചു. സ്വയം പരിചയപ്പെടുത്തി. നാളെ വന്നാൽ കാണാൻ പറ്റുമോ? അവൾ ചോദിച്ചു. നോ പ്രോബ്ലം. രാവിലെ 10 കഴിഞ്ഞ് നമുക്ക് കാണാം, അയാൾ പറഞ്ഞു. താങ്ക് യു. അന്നുച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോഴാണ് ജാസ്മിൻ അക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചത്. നാളെ രാവിലെ എനിക്ക് കോട്ടയം വരെ ഒന്ന് പോകണം. ഒരു ഫ്രണ്ടിനെ കാണാനാണ്. മൂന്നാറിൽ ചെന്നാൽ കോട്ടയത്തിന് നേരിട്ട് ബസ് കിട്ടും, ബോബി പറഞ്ഞു.
രാവിലെ ഇവിടുന്ന് മൂന്നാറിന് ബസ്സുണ്ടോ? ക്രിസ്റ്റി ചോദിച്ചു. 6 മണിക്ക് ഫസ്റ്റ് ബസ്. അതിന് ആ സമയത്ത് നീ ഇവിടെ കാണുമോ? ഇന്ന് ഞാൻ പോകുന്നില്ല. പരീക്ഷണത്തിന് ഇന്ന് ഷാജിയ നൈറ്റ് ഡ്യൂട്ടി, ക്രിസ്റ്റി പറഞ്ഞു. അത് നന്നായി. ഇനി ഇടയ്ക്കൊക്കെ നിനക്ക് രാത്രിയിൽ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാമല്ലോ, ബോബി പറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ 5:30 ജാസ്മിൻ യാത്രയ്ക്ക് ഹാൻഡ് ബാഗുമായി തയ്യാറായി. ക്രിസ്റ്റി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ജെനി 2 പേർക്കും ചൂട് കാപ്പി ഉണ്ടാക്കി കൊടുത്തിരുന്നു. ബോബി നല്ല ഉറക്കത്തിലായിരുന്നു. പോയിട്ട് വരാൻ ചേച്ചി, അവൾ യാത്ര പറഞ്ഞു. ഇന്ന് തന്നെ തിരിച്ചു വരില്ലേ നീ? ജെനി ചോദിച്ചു. വരും ചേച്ചി. ലേറ്റായാൽ വിളിക്കണം. ഞാൻ മൂന്നാറിൽ വന്ന് വെയിറ്റ് ചെയ്യാം, ക്രിസ്റ്റി പറഞ്ഞു. ജാസ്മിൻ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരുന്നു. അവർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ജെനി വാതിലടച്ചു. ഞാൻ നിന്നെ മൂന്നാറിൽ കൊണ്ടുവിടട്ടെ ജാസ്മിൻ? പെട്ടെന്ന് ക്രിസ്റ്റി ചോദിച്ചു. എനിക്കിഷ്ടമാണ്, അവൾ പറഞ്ഞു. ലഗേജ് ബോക്സിൽ നിന്ന് അവൻ ഓവർകോട്ട് എടുത്ത് അവളെ ധരിപ്പിച്ചു. സ്വെറ്റർ മാത്രം മതിയായിരുന്നു അവന്. നനഞ്ഞ മൂടൽമഞ്ഞിലൂടെ ജാസ്മിനെയും കൊണ്ട് അവൻ വിജനമായ റോഡിലൂടെ മൂന്നാറിലേക്ക് ബൈക്ക് ഓടിച്ചു. അവൾ അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവനെ 2 കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചു. സ്വപ്നം പോലെയുള്ള യാത്രയായിരുന്നു അത്. അന്ന് ഇവിടെ വന്നപ്പോഴാണ് പെരുമഴ പെയ്തതും കള്ളൻ എന്നെ പേടിപ്പിച്ചു കൊന്നതും. കുറേ ദൂരം ഓടി ഒരു ഹെയർപിൻ വളവെത്തിയപ്പോൾ ജാസ്മിൻ പറഞ്ഞു. ക്രിസ്റ്റി പൊട്ടിച്ചിരിച്ചു. അവർ മൂന്നാർ ടൗണിലെത്തിയപ്പോഴേക്ക് നേരം നന്നായി വെളുത്തു കഴിഞ്ഞിരുന്നു. സ്റ്റാൻഡിൽ ഒരു കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ പുറപ്പെടാൻ തയ്യാറായി കിടക്കുന്നുണ്ടായിരുന്നു. കേറിക്കോ, അവൻ പറഞ്ഞു. അവൾ ചെന്ന് ബസ്സിൽ കയറി. റൈറ്റ് സീറ്റ് തന്നെ കിട്ടി. ബസ് പുറപ്പെട്ടപ്പോഴും ക്രിസ്റ്റി അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജാസ്മിൻ അവനെ കൈവീശിക്കാട്ടി. ബസ് മുന്നോട്ട് നീങ്ങി. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മലയിറങ്ങിപ്പോകുന്ന ആ യാത്ര ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളിലേക്കുള്ള യാത്രയായിരുന്നെന്ന് ജാസ്മിൻ അറിഞ്ഞതേയില്ല. അടുത്ത ഭാഗം നാളെ.